പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ ജനുവരി മാസം 21-ാം തീയതിയിൽ ഈ പ്രഭാത നന്മയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണ്. വെളിപ്പാട് 1:20. അത് ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന് മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ മർമ്മങ്ങൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സഭകൾക്ക് ചില അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക ഇല്ല എന്ന്. സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിൻ്റെ സഭ സത്യസഭ. ആ സത്യസഭയിൽ ഉപദേശമുണ്ട്, അതേ ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ദൈവകൽപ്പനകൾ ഉണ്ട്. സ്തോത്രം. ഇവിടെ വെളിപ്പാട് പുസ്തകം വായിച്ചതുപോലെ 7 സഭകളെക്കുറിച്ച് അവിടെ പറയുന്നു. ആ 7 സഭകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, എഫെസോസിലെ സഭ. ആ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭ. ആ സഭയോട് പറയുകയാണ്, കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടുക. അപ്പോൾ എഫെസോസ് സഭയോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക. എന്താ കാരണം? ആദ്യ സ്നേഹം വിട്ടുകളയുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. രണ്ടാമത്തെ സഭ സ്മുർന്നയിലെ സഭ. ആമേൻ. ഉപദ്രവം സഹിച്ച സഭയാണ് സ്മുർന്നയിലെ സഭ. ആ സഭയോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: മരണപര്യന്തം വിശ്വസ്തനായിരിക്ക. സ്തോത്രം. അപ്പോൾ 1-ാം സഭയായ എഫെസോസ് സഭയോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക. 2-ാം സഭയായ സ്മുർന്ന സഭയോട് പറയുകയാണ്, മരണപര്യന്തം വിശ്വസ്തയായിരിക്ക. 3-ാം സഭയാകുന്ന പെർഗമോസ് സഭ. ആമേൻ. സ്തോത്രം. അത് ആ പെർഗമോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്ന സഭയാണ്. കർത്താവിൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്ന സഭ. എങ്കിലും അവിടെ ഒരു കുറ്റമുണ്ട്. ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവൻ എന്നുള്ളൊരു കുറ്റം ആ സഭയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. സ്തോത്രം. 4-ാമത്തെ സഭയാണ് ത്രിധര സഭ. അമേ. സ്തോത്രം. ഈ സഭയെക്കുറിച്ച് അമ്മ കർത്താവ് പറയുന്നുണ്ട്, ഈസബേലിൻ്റെ ഉപദേശം പറയുവാൻ അനുവദിക്കുന്ന സഭ. ആമേൻ. എന്താണ്? ഈസബേലിൻ്റെ ഉപദേശം പറയുവാൻ അനുവദിക്കുന്ന സഭയാണ് ഏത് സഭ? ത്രിധര സഭ. 5-ാമത്തെ സഭ ആമേ സർദീസിലെ സഭ. ആമേ. സ്തോത്രം. ആ സഭയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന സഭ. സർദീസിലെ സഭ എന്താണ്? മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന സഭ. 6-ാമത്തെ സഭയാണ് ഫിലൽഫിയ സഭ. ആമേ. സ്തോത്രം. ആ സഭയെക്കുറിച്ച് ദൈവം പറയുകയാണ്, ദൈവ വചനം കാത്ത സഭയാണ് ഏത് സഭ? ഫിലൽഫിയ സഭ. 7-ാമത്തെ സഭ ലവോദിക്കിയ സഭ. ആമേ. സഭയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്
എന്താണ്? ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അതുകൊണ്ട് യേശു പറയുന്നു, അവൻ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ എന്ത് ചെയ്യും? അവന് അകത്തേക്ക് ചെന്ന് അവനോടൊപ്പം ആഹാരം അത്താഴം കഴിക്കുന്ന സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭ എങ്ങനെയുള്ള സഭയാണ്? ഈ പറയപ്പെട്ട കുറവുകൾ ഉള്ള സഭയാണോ? അതോ ദൈവവചനം കാത്തുകൊള്ളുന്ന ദൈവസ്നേഹമുള്ള സഭയാണോ? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചനം, ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവസ്നേഹത്തിൽ വസിക്കുന്ന സഭയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് സ്തോത്രം. അതേ, ദൈവസഭയെ പണിയുന്നത് കർത്താവാണ് സ്തോത്രം. എന്നാൽ ആ സത്യസഭയുടെ അംഗമായി തീരുവാൻ ദൈവം നിങ്ങളെയും ക്ഷണിക്കുകയാണ് സ്തോത്രം. ആ സത്യ സഭയുടെ അംഗമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ദൈവ കൽപ്പനകൾ അനുസരിക്കുവാൻ ഇടയാകണം സ്തോത്രം. ദൈവത്തിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുവാൻ ഇടയാകണം. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ, ദൈവത്തിൻ്റെ ചട്ടത്തിൽ, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നാം നടക്കുവാൻ ഇടയാകണം സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ സത്യസഭയിലേക്ക് പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ് സ്തോത്രം. ആമേൻ. എന്ത് ചെയ്യണം? സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും പുതുതായിട്ട് ഈ ദൈവം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ സത്യസഭയുടെ അംഗമായി തീരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഉപദേശങ്ങൾ പ്രമാണിക്കുവാൻ ഇടയാകണം. അനുസരിച്ച് മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. അങ്ങനെയെങ്കിൽ സത്യസഭയുടെ അംഗമായി തീരുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരും അവിടുത്തെ വരവെങ്കിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവ വചനം മുറുകെ പിടിച്ച് സത്യസഭയുടെ അംഗമായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ, ആമേൻ, ആമേൻ.